മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. 9 വിഭാഗങ്ങളിൽ മുൻഗണന നൽകിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും തൊഴിലവസരങ്ങൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനും നൈപുണ്യ മേഖലകൾക്കുമായി 1.98 ലക്ഷം കോടി വകയിരുത്തി. ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് EPF എൻറോൾമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചു. രാജ്യത്തെ 500 പ്രധാന സ്ഥാപനങ്ങളിൽ 5 വർഷത്തിനകം 1 കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൌകര്യമൊരുക്കും. 5000 രൂപ സ്റ്റേപ്പൻഡ് നൽകും. 1 കോടി വീടുകൾക്ക് സോളാർ പദ്ധതി സ്ഥാപിക്കാൻ സഹായം നൽകും. മുദ്രാ ലോൺ ഇരട്ടിയാക്കി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കിയാണ് ഉയർത്തിയത്. കർഷകർക്കുള്ള ധനസഹായത്തിൽ മാറ്റമില്ല. കർഷകർക്കുള്ള ധനസഹായം 6000 രൂപയായി തുടരും. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾ കർഷകർക്ക് ലഭ്യമാക്കും. മൊബൈൽ ഫോണിനും ചാർജറിനും കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു. ലെതറിനും തുണിത്തരങ്ങൾക്കും വില കുറയും. സ്വർണത്തിനും വെള്ളിക്കും വില കുറയും. ആദായ നികുതി ഘടനയിൽ മാറ്റം വരുത്തി. പുതിയ നികുതി സമ്പ്രദായത്തിലാണ് മാറ്റം വരുത്തിയത്. 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. 3 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയിൽ വാർഷിക ശമ്പളം വാങ്ങുന്നവർ 5% നികുതി നൽകണം. ക്യാൻസർ രോഗത്തിനുള്ള 3 മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കും. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കില്ല. തുടങ്ങിയവയാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ.